ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത ധ്യാനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. മെയ് മാസത്തിലെ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ച ദൈവകൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്രയോ പേർക്ക് ലഭിക്കാത്തതായിരിക്കുന്ന അനേക നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മെ സന്തോഷത്തോടുകൂടെ ഈ പ്രഭാതത്തിലായിരിക്കാൻ തക്കവണ്ണം സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 89 സങ്കീർത്തനം 33 വാക്യം. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. നാം വായിച്ച വാക്യത്തിൽ കടന്നു വരുമ്പോൾ രണ്ട് കാര്യം അവിടെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ദയയെ ഞാൻ നീക്കിക്കളയത്തില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തത്തുമില്ല. ധാരാളം കാര്യങ്ങൾ അതിനു മുൻപിൽ പറഞ്ഞതിന് ശേഷമാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. ദൈവജനം എപ്രകാരമായിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ 89 സങ്കീർത്തനത്തിൽ കൂടെ വിവരിക്കുകയാണ്. സങ്കീർത്തനം നാം തുടക്കം മുതൽ ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ സന്തോഷത്തിൽ നടക്കുന്നവരായി തീരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളുമൊക്കെ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിലും സന്തോഷത്തോടെ നടക്കുവാൻ ഒരു ദൈവവൈതലിന് കഴിയണം. അതുകൊണ്ടാണ് പറയുന്ന ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ഓരോ പുതിയ പ്രഭാതവും ദൈവം നൽകുമ്പോൾ ഏതവസ്ഥയിലും ഏതനുഭവത്തിൻ്റെ നടുവിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കും. അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിപ്പാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. പിന്നീട് പറയുന്നു, നാം പ്രകാശത്തിൽ നടക്കണം. പ്രകാശത്തിൽ ആയിരിക്കണമെങ്കിൽ നാം അവങ്കലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. തേജസ്സേറിയ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്താൽ പ്രകാശത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കും. മോശ 40 രാവും 40 പകലും സീനായ് പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. മോശ സാക്ഷ്യത്തിന്റെ കൽപ്പനയുമായി സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. മോശയോ അത് അറിഞ്ഞില്ല. എന്നാൽ ഇസ്രായേൽ ജനം അത് കണ്ട് ഭയപ്പെട്ടതായിട്ട് പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോടു കൂടെ നടന്നാൽ, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ ആയിരുന്നാൽ നമുക്ക് പ്രകാശത്തിൽ നടക്കുവാൻ സാധിക്കും. നാം പ്രകാശത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കാലടികൾ വഴുതാതെ ഇടറാതെ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്നവനായിരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പിന്നീട് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, നാം വിശ്വാസത്തോടെ നടക്കണം. ഒരു ദൈവവൈതൽ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. കാഴ്ചയാൽ നടക്കുന്നവർ അവരുടെ മുൻപിലെ പ്രതികൂലങ്ങളെയും ഭൗതികമായതിനെയും വലുതായി കാണും. എന്നാൽ വിശ്വാസത്താൽ നടക്കുന്നവർ സർവശക്തനായ ദൈവത്തെയും ആത്മീയമായതിനെയും വലുതായി കാണും. അതുകൊണ്ട് അവരുടെ മുൻപിൽ പ്രതികൂലങ്ങൾ ചെറുതും നിസ്സാരമായി തോന്നുന്നു. ആയതിനാൽ സന്തോഷത്തോടുകൂടെ പ്രകാശത്തിൽ വിശ്വാസത്തിൽ നടന്ന് ഇടപെടാതെ ദൈവത്തിന്റെ കൃപകളെക്കുറിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നതുമില്ല. ആ ദയയും വിശ്വസ്തയും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമുഖത്തായിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിപ്പാൻ തന്റെ കൃപകൾക്കായി സ്തുതിക്കുക. കർത്താവേ, രാവിലെ നിന്റെ ദയയും രാത്രിതോറും അങ്ങയുടെ വിശ്വസ്തയും വർണ്ണിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദയയെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയാതെ, അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്താതെ 2021 മെയ് മാസം ഇതേ ദിവസം വരെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ആരോഗ്യത്തോടെ പരിപാലിച്ചാട്ട്, കൃപയാൽ നിർത്തിയാട്ട്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.